മറ്റാരുണ്ട് LDF അല്ലാതെ? പക്ഷെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണി പരാജയപ്പെട്ടാൽ അങ്ങനെ ഒരു തീരുമാനം അങ്ങേക്ക് എടുക്കാൻ പറ്റുമോ? എനിക്കറിയാം ഒരു ഇടതുപക്ഷ കേഡറിനെ സംബന്ധിച്ച ആശയം തന്നെ അപ്രസക്തമാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു ചോദ്യം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതാണ് ഇപ്പോഴും പറയാറ്, അതിനെപ്പറ്റി പിന്നീട് പറയാം. അദ്ദേഹത്തിന്റെ കാര്യത്തെ പറ്റി. എൻ്റെ കാര്യത്തിൽ വിധി ഏതായാലും ഞാനത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ജനങ്ങൾക്കിടയിലുണ്ടാവും. അതെ അതെ. സംഘടനാ പ്രവർത്തനത്തിലുണ്ടാവും. അതെ അതെ. എന്താണെങ്കിലും അതെ അതെ. അതല്ലാതെ ഇത് അധികാരമില്ല, തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറയാൻ കഴിയും? ഇല്ല 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 ഇല്ല, അങ്ങനെ വരില്ല. അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയത്തിന്റെ തുടർച്ച മാത്രമാണ് അല്ലേ? അതെ അതെ, തീർച്ചയായും. റൈറ്റ്, വെരി ക്ലിയർ. 17 വർഷം പാർട്ടി സെക്രട്ടറി, ഏകദേശം 2 വർഷക്കാലം വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രി, 10 വർഷം മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോ അംഗം. ഒരു കേഡറിനെ സംബന്ധിച്ച് ഇതിലേതാണ് ഏറ്റവും ആസ്വാദ്യകരമായ? സെക്രട്ടറി ആയിരുന്ന 10 വർഷം മന്ത്രി ആയിരുന്ന കാലം ഞാൻ കാണുക പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലമാണ് ഏറ്റവും നല്ല കാലം എന്നാണ്. 17 വർഷം. കാരണം അതൊരു പ്രത്യേക കാലമായിരുന്നു. ഞങ്ങളെ പാർട്ടി പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടൊരു കാലമാണ്. എനിക്ക് എൻ്റേതായ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. അതിൽ ഞങ്ങൾ കൂട്ടായിട്ടാണ് കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ ഞാനും ഒരു സംഭാവന ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും നല്ല കാലം എന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് എസ്കോർട്ട് അധികാരം, ക്ലിഫ് ഹൗസ്, അങ്ങനെയുള്ള അധികാരത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഒരു നിര, മറുഭാഗത്ത് ഇൻക്ലാബ് സിന്ദാബാദ് മുദ്രാവാക്യം, ആവേശകരമായ വിപ്ലവാഭിവാദ്യങ്ങൾ, പാട്ട്, പാർട്ടിയുടെ സഖാക്കൾ, ഇങ്ങനെയൊരു വേദി. ഇതിലേതാണ് അങ്ങ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുക? അതെപ്പോഴും പാർട്ടിയുടെ നിലയിലല്ലേ ആസ്വാദ്യത വരിക. അതിനാണല്ലോ കൂടുതൽ ഹൃദയബന്ധമുള്ളത്. കാരണം സഖാക്കളെന്ന് പറയുന്നത് ജീവൻ കൊടുക്കാൻ തയ്യാറായി ഒന്നിച്ചു നിൽക്കുന്നവരാണല്ലോ. അതിൻ്റെ ഒരു ആത്മബന്ധം മറ്റൊന്നിനും കിട്ടില്ല. മറ്റതെല്ലാം ഡ്യൂട്ടിയുടെ ഭാഗം മാത്രമാണ്. അത് ഡ്യൂട്ടിയുടെ ഭാഗം മാത്രമാണ്. മറ്റതല്ല, മറ്റത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണല്ലോ. ആ ചെങ്കുടിയും ആ മുദ്രാവാക്യം അധികാരം ഒഴിഞ്ഞാലും നിൽക്കുന്നു. അതാണ് നിൽക്കുന്നതും ശാശ്വതവും ആസ്വാദികം. അത് മാത്രമാണ് ശാശ്വതം. മറ്റതൊക്കെ ഇപ്പൊ കണ്ടത് നാളെ പോകും. ഇത് മനസ്സിലാക്കാത്തയാളാണോ ജി സുധാകരനും TK ഗോവിന്ദനും ഐഷ പൂറ്റിയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ? ഈ പറഞ്ഞവർ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ എല്ലാവർക്കും ഒരേ സ്വഭാവം വന്നിട്ടുണ്ട്. അത് സ്ഥാനമോഹം വന്നപ്പോൾ മറ്റെല്ലാം മറന്നുപോയി എന്നുള്ളതാണ്. പാർലമെന്ററി വ്യാമോഹമെന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട അധികാരത്തോടുള്ള ആഗ്രഹം. അതെ. അത് വല്ലാതെ വന്നപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ മറന്നുപോയി. അവരവരത് മറന്നു. താൻ ഇതേവരെ സ്വീകരിച്ച നിലപാടുകൾ മറന്നു. എങ്ങനെയാണ് താൻ ഇന്നുള്ള സ്ഥാനത്ത് എത്തിയത് എന്നുള്ളത് മറന്നു. അങ്ങനെയെല്ലാം മറന്നുകൊണ്ട് ഒരു എതിർ ക്യാമ്പിൽ പോയി ആ എതിർ ക്യാമ്പിൻ്റെ വക്താക്കളായി മാറുകയാണ്. ഈ തൊപ്പി വെച്ച് നിൽക്കുന്ന ജി സുധാകരന്റെ ചിത്രം അങ്ങ് കണ്ടു കാണുമല്ലോ. കോൺഗ്രസിന്റെ തൊപ്പി വെച്ച് നിൽക്കുന്ന ജി സുധാകരൻ. ആ തൊപ്പി സുധാകരന് ചേരുന്നുണ്ടോ? സുധാകരൻ ആ തൊപ്പിക്ക് ചേരുന്നുണ്ടോ? ഇത് വളരെ ഒരു അവസരവാദ നിലപാട് സ്വീകരിച്ചാൽ എവിടെയും എത്തിപ്പോകാം. അതാണ് നമ്മൾ കാണേണ്ടത്. ആ ഒരു സാധാരണ അവസരവാദത്തിന്റെ ചളിക്കുണ്ടിൽ വീണു എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ ഒരു നിലയിലേക്ക് താണുപോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കാണാൻ കഴിയുക. ഒരു പാർട്ടിയുടെ പ്രധാനിയായി നിന്ന് പ്രവർത്തിച്ച ഒരാൾ അതെല്ലാം വിട്ട് അപ്പുറം പോയി അവരുടെ വക്താവായി സംസാരിക്കുന്ന നിലയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ്? അതാണ് ആലോചിക്കേണ്ടത്. ടിക്കറ്റിന് മാത്രം അത് കൊടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ തൊപ്പി വെച്ച സംഘടനയുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് അമ്പലപ്പുഴയിൽ ഉണ്ടാകുമായിരുന്നു. തീർച്ചയായും സീറ്റിന്റെ കാര്യം മാത്രമാണ് അദ്ദേഹത്തെ ഈ നിലയിലേക്ക് എത്തിച്ചതെന്നാണ് തോന്നുന്നത്. സീറ്റ് മാത്രമായിരുന്നു. മാത്രം ആശയപരമായ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അതേവരെ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യം ഉണ്ടായിട്ടില്ല. അങ്ങയോട് പറഞ്ഞിട്ടുമില്ല. പാർട്ടി ഏതെങ്കിലും ഫോറങ്ങളിൽ പറഞ്ഞതായിട്ട് അങ്ങ് കേട്ടിട്ടുമില്ല? ഇല്ല. ജി സുധാകരന്റെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഇല്ല പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പോൾ ഈ പാർലമെന്ററി വ്യാമോഹം ഈ മുതിർന്ന നേതാക്കളിലടക്കം പടർന്നു പിടിക്കുന്നത് പാർട്ടി അല്പം ഗൗരവത്തോടു കൂടി കാണേണ്ടതല്ലേ? ഇതൊരു വ്യക്തിയുടെ കാര്യം മാത്രമല്ല, ഇതൊരു പുതിയ ട്രെൻഡാണ്. അത് ഗൗരവമായിട്ട് കാണുക തന്നെ ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ സ്വാഭാവികമായും പരിശോധിക്കും.
പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളത് പരിശോധിക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് തീർച്ചയായും പരിശോധിക്കും.